അമേരിക്കയും ഇസ്രായേലും തരുന്ന വാക്കുകൾക്ക് പട്ടിയുടെ വില പോലും കൊടുക്കരുത് എന്ന് പറയുന്നതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് ഇന്നലെ രാത്രി അമേരിക്ക ഇറാനിലോട്ട് ഇറാൻ്റെ 8 സ്ഥലങ്ങളിലോട്ടാണ് അമേരിക്ക ഇന്നലെ രാത്രി എയർ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്. ഒരു വശത്ത് ആയത്തുള്ള അലി ഖാംനയുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നു. ലോകത്തിലെ നേതാക്കൾ ഈ പറഞ്ഞ ഇറാനിലോട്ട് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 2-3 കോടി ആളുകൾ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഇറാനിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു മരണാനന്തര ചടങ്ങുകൾ വലിയ രീതിയിൽ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അമേരിക്ക ഇന്നലെ രാത്രി തന്തയില്ലാത്ത പരിപാടി, അതായത് പല തന്തക്ക് പിറന്ന പരിപാടി അമേരിക്ക ഇന്നലെയും കൊണ്ട് കാണിച്ചിട്ടുണ്ട്. 8 സ്ഥലങ്ങളിലോട്ടാണ് ഇറാൻ്റെ തീരപ്രദേശങ്ങളിലോട്ടും അതുപോലെ സദേൺ റീജിയനിലോട്ടും 8 സ്ഥലങ്ങളിലോട്ടാണ് അമേരിക്ക ബോംബ് ചെയ്തിട്ടുള്ളത്. അതിൽ എത്ര പേര് മരിച്ചു എന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇന്നലെ രാത്രി 3 മണിക്കാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഈ രാവിലെ ഇത്രയും സമയത്തിൻ്റെ ഇടയ്ക്ക് വേറെ രീതിയിലുള്ള അറ്റാക്കുകൾ വന്നോ എന്നറിയില്ല. ഞാൻ അപ്പം ചെയ്ത് വെച്ച വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങൾ കാണുന്നേ ഉള്ളൂ. ഏതായാലും അമേരിക്കയുടെ US സെൻട്രൽ കമാൻഡ് ഇതിനൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അതായത് US സെൻട്രൽ കമാൻഡ് ഫോഴ്സ് ഹാവ് ബിഗൺ ലോഞ്ച് എ സീരീസ് ഓഫ് powerful strike against Iran to impose heavy costs for targeting and attacking commercial ship crewed by innocent. ഓക്കെ, ഇത് പറയാനുള്ള കാരണം ഇന്നലെ ഇറാൻ 3 കപ്പലുകൾ, അതായത് ഷിപ്പിൽ ഇന്നലെ ഇറാൻ്റെ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ക്രോസ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ക്രോസ് ചെയ്തെങ്കിൽ അത് ഇറാന് ചുങ്കം കൊടുത്തിട്ടായിരിക്കണം എന്നുള്ളതും ഇറാൻ പറഞ്ഞിട്ടുള്ള ഒരു സമുദ്രപാത ഉണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ. കാരണം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ 3 സമുദ്രപാതകളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് ഇറാൻ വരച്ചു കൊടുത്തിട്ടുള്ള ഒരു സമുദ്രപാത, അതല്ലാണ്ട് പണ്ട് ഓട്ടോമാറ്റിക്കലി നോർമലി ആളുകൾ പോയിക്കൊണ്ടിരുന്ന ഒരു പാത, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇറാൻ മൈൻ ഇപ്പം വിക്ഷേപിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ. അതുകൊണ്ട് ആ പാതയിലൂടെ കപ്പലുകളൊന്നും പോകുന്നില്ല. പിന്നെ ഒമാൻ്റെ തീരത്തോടനുബന്ധിച്ചിട്ടെല്ലാം അടുത്തുകൊണ്ട് പോകുന്ന മറ്റൊരു പാതയാണുള്ളത്. അപ്പം ഈ ഒരു 14 ക്ലോസ് വെച്ചിട്ട് ഒരു എന്താ പറയുക, അമേരിക്ക ഇറാൻ ഡീലിൽ പറഞ്ഞിട്ടുള്ള ക്ലോസ് വെച്ചിട്ടാണെങ്കിൽ ഇറാൻ പറഞ്ഞ സ്ഥലത്ത് കൂടിയാണ് കപ്പലുകൾ പോകേണ്ടത്. അത് പോകുന്നതിന് പകരം അമേരിക്ക ഒമാൻ ഉൾക്കടലിൻ്റെ തീരത്തു കൂടെ പൊക്കോളാൻ പറഞ്ഞിട്ടുള്ള കപ്പലുകളെയാണ് ഇറാൻ ആക്രമിച്ചിട്ടുള്ളത്. അതായത് ഈ പറഞ്ഞ ഡീലും ക്ലോസും ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ക്രോസ് ചെയ്ത് പോകുന്ന ഷിപ്പുകളെ ഇറാൻ ആക്രമിക്കും ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യമാണ് ഇറാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അമേരിക്ക ചെയ്തെന്താണ്, ഒരു സീസ് ഫയർ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ അയത്തുള്ള അലി ഖാംനയുടെ ഒരു മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നുണ്ട്, ഈ വരുന്ന ഒരാഴ്ച 10 ദിവസത്തേക്ക് അവിടെ സീസ് ഫയർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരു പറഞ്ഞ വാക്കിനോ തന്തക്കോ വിലയില്ലാത്ത പരിപാടിയാണ് അമേരിക്ക ഇന്നലെ രാത്രി കാണിച്ചിട്ടുള്ളത്. ഏകദേശം 8 സ്ഥലങ്ങളിലോട്ടാണ് അമേരിക്ക ഇറാനിലോട്ട് ബോംബ് ചെയ്തിട്ടുള്ളത്. ഇറാൻ്റെ സിറിക്കിലോട്ട് ബോംബ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബന്ദർ അബ്ബാസിലോട്ട് ചെയ്തിട്ടുണ്ട്, മറ്റ് സദേൺ റീജിയനിലോട്ടൊക്കെ അമേരിക്കയുടെ സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ മറ്റൊരു എടുത്തു പറയാനുള്ള കാരണം, ഇതിൽ ഈ അമേരിക്കയുടെ ബേസുകളായിട്ട് അമേരിക്ക ചൂസ് ചെയ്തിട്ടുള്ളത് ഒന്ന് ജോർദാനാണ്, അതുപോലെ തന്നെ മറ്റൊന്ന് ബഹ്റൈനാണ്, പിന്നെ ഒന്ന് അൽദഫ്ര, അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ UAE ഒരു പ്ലേസാണ് എടുത്തിട്ടുള്ളത്. ഈ 3 ബേസുകളിൽ നിന്നാണ് ഈ അമേരിക്കയുടെ അറ്റാക്ക് നടന്നിട്ടുള്ളത്. കാരണം ഈ ബേസുകളിൽ നിന്നാണ് ഇന്നലെ രാത്രി ഏറ്റവും കൂടുതൽ ഇവരുടെ റീഫ്യൂലിംഗ് എയർക്രാഫ്റ്റുകൾ പറന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ അതായത് ഈ ദൃശ്യങ്ങൾ പുറത്തോട്ട് വന്നിട്ട് ഞാൻ സൈഡിൽ വെച്ചുതരാം. ഇതാണ്. ഇതിൽ 2 C-17A എയർക്രാഫ്റ്റ് ഡിപ്പാർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെ നിന്നാണ്? അത് എയർബേസ് ഇൻ ജോർദാൻ എന്നാണ്, സുൽത്താൻ എയർബേസ്. അതുപോലെ തന്നെ AC-17A എയർക്രാഫ്റ്റ് ഡിപ്പാർട്ട് ചെയ്തിട്ടുള്ളത് അതും മറ്റൊരു ഫൈസൽ എയർബേസ് ജോർദാൻ എന്നാണ്. പിന്നെ AC-17A എയർക്രാഫ്റ്റ് ഡിപ്പാർട്ട് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ ബേസ് ആയിട്ടുള്ള ബഹ്റൈനിലെ ഷെയ്ഖ് ഇസ എയർബേസ് എന്നാണ്. പിന്നെ AC-5M എയർക്രാഫ്റ്റ് ഡിപ്പാർട്ട് ചെയ്തിട്ടുള്ളത് അൽദഫ്ര എയർബേസ് എന്നാണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അപ്പോൾ ഇവരാണ് ഇതിനുള്ള അനുമതി കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇവരുടെ കൺട്രോളോട് കൂടി അല്ലെങ്കിൽ ഇവരുടെ അനുമതിയോട് കൂടിയിട്ടാണ് ഈ ബേസുകളിൽ നിന്നാണ് ഇറാൻ ഇപ്പോൾ ആക്രമിക്കാനുള്ള എയർ ഫ്യൂലിംഗ് എയർക്രാഫ്റ്റുകൾ പറന്നു പൊന്തിയിട്ടുള്ളത്. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ടൊക്കെയാണ് അടിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ആക്രമണം നടന്ന് വിത്തിൻ മിനിറ്റുകൾക്കകം ബഹ്റൈനിലും അതുപോലെ തന്നെ കുവൈറ്റിലും ഓൾമോസ്റ്റ് കൺട്രിയുടെ പല റീജിയനും ഇന്നലെ പവർ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇറാൻ്റെ ആക്രമണങ്ങൾ പേടിച്ചിട്ടാണോ അതല്ലെങ്കിൽ ഏറെ രീതിയിൽ ഇറാൻ ആ സമയം കൊണ്ട് ആക്രമിച്ചതാണോ എന്നറിയില്ല. പ്രത്യേകിച്ച് കുവൈറ്റിലെ സിറ്റിയുടെ ഓൾമോസ്റ്റ് 90% സ്ഥലങ്ങളും പവർ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ, ഇതേ സമയത്ത് തന്നെ. അതുപോലെ തന്നെ ബഹ്റൈനിലെ പല സ്ഥലങ്ങളിലും. ഇനി ഈ സമയത്തിൻ്റെ ഇടയ്ക്ക് ആക്രമണം നടന്നോ എന്ന് നമുക്കറിയില്ല. കാരണം ഞാൻ ഇത് രാത്രി ചെയ്തു വെച്ച ആ സമയത്ത് ഉണ്ടായിട്ട വീഡിയോ ഞാൻ ജസ്റ്റ് രാവിലോട്ട് പോസ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അത് മാത്രമല്ല, ഇതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. കാരണം ഇന്ന് ഇസ്ലാമാബാദ് ധാരണാപത്രത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക ഇറാൻ്റെ മേലുള്ള ചില ഉപരോധങ്ങൾ, അവിടുത്തെ പ്രത്യേകിച്ച് താൽക്കാലിക ഉപരോധങ്ങൾ പിൻവലിക്കേണ്ടായിരുന്നു. ഈ എണ്ണ വിൽപ്പനയുമായിട്ടുള്ള ഉപരോധങ്ങൾ പിൻവലിച്ചിട്ടുണ്ട്. ആ പിൻവലിച്ച ഉപരോധങ്ങൾ പിൻവലിച്ചു എന്നുള്ള ആ ഒരു കാര്യം റദ്ദ് ചെയ്തുകൊണ്ട് US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു നടപടി ഇന്ന് സ്വീകരിച്ചിട്ടുണ്ട്.
അപ്പം ഒരു കാര്യം ക്ലിയറാണ്, ഈ ഒരു എന്താ പറയുക, ഡീലിലോട്ട് എത്തുന്നതിന് മുമ്പ് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്തു ഡീലിലോട്ട് എത്തും എന്നുള്ള രീതിയിൽ എത്തി ഇറാനെ സമാധാനിപ്പിച്ചിട്ട് അവരിങ്ങ് വിട്ടിട്ട് പിന്നെ അവർ പറഞ്ഞ ഓരോ വാക്കുകൾ ഇങ്ങനെ അമേരിക്ക തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ എന്താ പറയുക സാങ്ഷൻസ് റിവോക്ക് ചെയ്തത് വീണ്ടും അത് റിജക്റ്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സീസ് ഫയറിനെ ഇല്ലാണ്ടാക്കിക്കൊണ്ടുള്ള അമേരിക്കയുടെ പ്രവർത്തികൾ, ഈ പറഞ്ഞ സ്ഥിരമായിട്ടുള്ള ആ ചതിയന്മാരുടെ പ്രവർത്തികൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം ഇറാൻ്റെ IRGCയുടെ സൈഡിൽ നിന്ന് പുറത്തുവിട്ടിട്ടുള്ള ഒരു പുതിയ മെമ്മോ ആണിത്. ഇറാനിയൻ എണ്ണ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഉപരോധങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചത് റദ്ദാക്കിക്കൊണ്ടുള്ള US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നടപടിക്കെതിരെ ഇറാൻ്റെ റിപ്പബ്ലിക് IRGC വിദേശകാര്യ മന്ത്രാലയം ശക്തമായിട്ട് അപലപിച്ചുകൊണ്ടുള്ള ഒരു മെമ്മോ ആണിത്. ഇത് 1405 ജൂലൈ 18 വെടിനിർത്തൽ ധാരണാപത്രത്തിലെ 10ാം വകുപ്പിൻ്റെ ആർട്ടിക്കിൾ 10 നഗ്നമായിട്ടുള്ള ലംഘനമായിട്ടാണ് ഇപ്പം ഇറാനിയൻ മന്ത്രാലയം ഇതിനെ കണക്കാക്കുന്നത്. ഈ കരാർ ലംഘനത്തിൻ്റെ അനന്തരഫലങ്ങൾ പൂർണ്ണമായിട്ടും ഇത് വരുന്ന അനന്തരഫലങ്ങളുടെ ഉത്തരവാദികൾ US ആയിരിക്കും എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല 20 ദിവസത്തിൽ താഴെ മാത്രമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ, അതായത് 20 ദിവസം പോലും ആയിട്ടില്ല ഈ ഒരു ഡീല് നടന്നിട്ട്, ഈ ഡീല് 20 ദിവസം പോലും ആവുന്നതിൻ്റെ മുമ്പ് തന്നെ അമേരിക്ക പറഞ്ഞ വാക്കുകൾ തെറ്റിച്ചിട്ടുണ്ട്. എപ്പോഴും അമേരിക്കയെ വാക്ക് തെറ്റിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇസ്രായേലെ വാക്ക് തെറ്റിച്ചിട്ടുള്ളൂ. അപ്പം ഈ പറഞ്ഞ ദിവസത്തിൻ്റെ ഇടക്ക് തന്നെ അമേരിക്കയും ഇസ്രായേലും വാക്ക് തെറ്റിച്ച് ഇങ്ങനത്തെ കളികൾ നടക്കുകയാണെങ്കിൽ ഇവിടുന്ന് വരുന്ന ഏത് കോൺസിക്വൻസും അത് എന്താണെങ്കിലും അത് ഇറാൻ ഉത്തരവാദികളായിരിക്കില്ല, അത് അമേരിക്ക തന്നെ ആയിരിക്കും ഉത്തരവാദികൾ എന്ന് പറഞ്ഞതും തങ്ങളുടെ ബാധ്യത, അതായത് നിറവേറ്റാനുള്ള അല്ലെങ്കിൽ ഈ ഒരു ഡീലിൻ്റെ ബാധ്യതകൾ നിറവേറ്റാനുള്ള സമ്പൂർണ്ണ ഉത്തരവാദിത്തം അപ്പോൾ അമേരിക്കയുടേതായിരിക്കും. ഇറാൻ അതിൽ ഇനി ഒരു രീതിയിലും തലയിടില്ല, അല്ലെങ്കിൽ ഇറാൻ അതിനെപ്പറ്റി ചർച്ച ചെയ്യില്ല എന്നും കൂടെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണാപത്രം ഇത് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി അതുമാത്രമല്ല, ഈ ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ഇറാൻ്റെ ദേശീയ സുരക്ഷാ സമിതി വക്താവായിട്ടുള്ള ഇബ്രാഹിം റൊസയുടെ ഒരു പ്രസ്താവനയും കൂടെ വന്നിട്ടുണ്ട്. അതായത് പേർഷ്യൻ കടലിടുക്കിൽ, പ്രത്യേകിച്ച് ഹോർമോസിൽ ഇപ്പോഴും എല്ലാം ഏതൊരു ആക്രമണം വന്നു കഴിഞ്ഞാലും തടുക്കാം, അല്ലെങ്കിൽ തിരിച്ച് ഇതുപോലത്തെ വെസലുകൾ ക്രോസ് ചെയ്യുമ്പം അവർ ആക്രമിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ഇറാൻ്റെ IRGC കമാൻഡേഴ്സിന് അഭിവാദ്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ഒരു ഇത് വന്നിട്ടുള്ളത്. അവർ നിലവിൽ നയതന്ത്രജ്ഞരെ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഇറാൻ്റെ കംപ്ലീറ്റ് നേതാക്കളും ഈ ഒരു മരണാനന്തര ചടങ്ങുകളായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ ആ സമയത്ത് വേണ്ട പോലെ പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞ ആളുകളാണ്, ഇവിടുത്തെ കമാൻഡേഴ്സാണ്. അതുകൊണ്ട് ഇറാൻ്റെ ശക്തി പരമാവധി എന്താണെന്ന് കാണിക്കുന്ന രീതിയിൽ അവർ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇന്നുണ്ടായിട്ടുള്ള അപകടങ്ങളുടെ ഭാഗമായിട്ട് ഇതിനുള്ള തിരിച്ചടി എപ്പം വേണമെങ്കിലും തിരിച്ചടിക്കും. കാരണം ഇറാൻ മറ്റൊരു കാര്യത്തിലാണ് അവിടെ, അതായത് ലോക ജനങ്ങൾ നമ്മൾ കാണണം ആ ഒരു വീഡിയോ ഒക്കെ, ഈ അയത്തുള്ള ഖാമനയുടെ ഈ ഒരു എന്താ പറയുക മയ്യത്തും കൊണ്ടുപോകുന്ന വീഡിയോസ് നിങ്ങളൊന്ന് കാണണം. നമ്മുടെ ഒരു ലോക നേതാക്കൾക്കും ഇത്തരത്തിലുള്ളൊരു ബഹുമതിയോ അല്ലെങ്കിൽ ഒരു അർഹത അല്ലെങ്കിൽ ഒരു സ്വീകരണം ഒരു സ്ഥലത്തും കിട്ടില്ല. മരണപ്പെട്ടു പോയിട്ടുള്ള ഒരാളാണ്. US അല്ലെങ്കിൽ ഇസ്രായേലും ക്രൂരമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രകോപനവും ഇല്ലാത്ത രീതിയിൽ ഒരാളെ അങ്ങ് കയറി ചതിച്ച് ഒരാളില്ലാണ്ടാക്കിയതാണ്. അങ്ങനത്തെ ഒരാളുടെ ലോക നേതാവിന് ഒരു ജനത കൊടുക്കുന്ന അല്ലെങ്കിൽ ലോകം കൊടുക്കുന്ന എന്താ പറയുക സപ്പോർട്ട്, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ജനാസ കൊണ്ടുപോകുന്ന സമയത്തെ അവർക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം എത്രത്തോളാണെന്നുള്ള ആ വീഡിയോയുടെ ചില ക്ലിപ്പുകൾ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ കുറച്ച് ക്ലിപ്പുകൾ ഞാൻ ഇവിടെ ഇട്ടിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത്രയും ഒരാൾക്കും ഈ 140 കോടിയുള്ള ഇന്ത്യയിലുള്ള ഒരു നേതാവ് മരിച്ചാൽ പോലും, അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന ഒരു നേതാവിന് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചാൽ പോലും കിട്ടാത്ത രീതിയിലുള്ള ഒരു സപ്പോർട്ടും ഒരു എന്താ പറയുക ആദരവും കിട്ടുന്നത് നമ്മൾ ഈ ഒരു വീഡിയോസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ സമയത്താണ് അമേരിക്ക ഇത്തരത്തിലുള്ള പരിപാടി അവിടെ കാണിച്ചതുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാൻ ശക്തമായിട്ട് തിരിച്ചടിക്കും. അത് ഏത് രീതിയിലായിരിക്കും ഇറാൻ്റെ തിരിച്ചടി എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും എന്നാണ് ഇറാൻ തന്നെ ഇപ്പം മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പം ഈ സമയത്തിനിടയ്ക്ക് ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്തിനിടയ്ക്ക് സംഭവിച്ചോ എന്നും അറിയില്ല. കാരണം ഞാൻ ഈ വീഡിയോ രാവിലെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. രാത്രി 2:30 മണിക്കാണ് ഈ ഒരു ആക്രമണം അവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഏത് രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്, ഏത് രീതിയിലാണ് ഇതിനി വൾഗറാവാൻ പോകുന്നത് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടി വരും. ഈ ബന്ദർ അബ്ബാസിലും അതുപോലെ തന്നെ സിറിക്കിലൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഫോടനത്തിൻ്റെ ചില വിഷ്വൽസ് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള എക്സ്പ്ലോഷൻസും ഭയങ്കരമായിട്ടുള്ള സ്ഫോടനങ്ങളാണ്. അതായത് ഒരേ സ്ഥലത്ത് തന്നെ പല പ്രാവശ്യമാണ് US സ്ട്രൈക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ വീഡിയോസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതേ സമയത്താണ് കുവൈറ്റിലും അതുപോലെ തന്നെ ബഹ്റൈനിലും പല സ്ഥലത്തും പവർ കട്ട് വന്നിട്ടുള്ളത്. അതായത് അമേരിക്ക ഇറാൻ്റെ സൈഡിൽ നിന്നൊരു ആക്രമണം പ്രതീക്ഷിച്ചിട്ടായിരിക്കണം. കാരണം ഈ ഭാഗത്തു നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഇറാൻ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം US അവരുടെ സൈനിക താവളങ്ങളായിട്ട് തിരഞ്ഞെടുത്തത് ഈ 2 രാജ്യങ്ങൾ. പിന്നെ ജോർദാനുണ്ട്, അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയില്ല. അതുപോലെ തന്നെ UAE അൽ ദഫ്രയും കൂടെ ഇവർ ഇതിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ ഈ ഒരു വീണ്ടും വാർ സ്റ്റാർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഈ ഒരു കബറടക്കും കാര്യങ്ങളും കഴിയുമ്പോഴേക്കും മിക്കവാറും ഇറാൻ ഈ ഒരു ഡീലിൽ നിന്ന് കംപ്ലീറ്റ്ലി വിഡ്രോ ആവാനുള്ള ചാൻസ്
ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഇനി യുദ്ധം ഏത് രീതിയിലോട്ടാണ് മാറുക എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. അഗ്രഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ സൈഡിൽ നിന്ന് കൂടുതലായിട്ട് ഇറാനെ ഇങ്ങനെ അഗ്രസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഏത് രീതിയിലാണ് ഇതിനെ തിരിച്ചടിക്കുക എന്നുള്ളത് കാണേണ്ടി വരും. ഇന്നിപ്പം 8-ാം തീയതിയായി. നാളത്തോട് കൂടിയിട്ട് ഇപ്പം ഇറാഖിൽ എത്തിയിട്ടുള്ള ഈ കാംനയുടെ എന്താ പറയുക ഭൗതിക ശരീരം ഇപ്പം അവിടുത്തെ സ്ഥലങ്ങളിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ടെഹ്റാനിലോട്ട് ഇന്ന് രാത്രി തിരിച്ചെത്തും. അത് കഴിഞ്ഞ് നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും കബറടക്കം ടെഹ്റാനിൽ നടക്കുന്നത്. അത് കഴിയുമ്പോഴേക്കും ഏത് രീതിയിലാണ് ഇറാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ കൂട്ടിയിട്ട് അടിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പം പുതിയ അപ്ഡേറ്റുകളും കാര്യമുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക.